ലാസ്റ്റ് ഓപ്പറേറ്റർ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് അതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റേനെ ബിറ്റ് ലെവലിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം 1 എന്ന് പറയുന്നത് എന്താ, ഒരു ബിറ്റാണ്. 0 എന്ന് പറയുന്നത് എന്താ, ബിറ്റാണ്. അപ്പം ബിറ്റ് ലെവലിൽ ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, ബിറ്റ് വൈസ് ഓർ ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്, എക്സോർ ഓപ്പറേറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ 1 ഉണ്ട്. അപ്പം ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 1നും ആൻഡ് ചെയ്ത റിസൾട്ട് എന്താ വരിക, 1 വരിക. 1 ആൻഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 1 വരിക. 0 ആൻഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 0 വരിക. 1 ആൻഡ് ചെയ്യുമ്പം റിസൾട്ട് 1, 0 1 ആൻഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 0, 1 ആൻഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 1. അതായത് ബിറ്റ് ലെവലിൽ ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ് ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ, വൺസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 0 ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 1ന് പകരം 0 വരും, 0ന് പകരം 1 വരും. ഓക്കെ, 1 0ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 വരിക. ഓക്കെ, ഇനി ഷിഫ്റ്റ്, ലെഫ്റ്റിലേക്ക് ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റിലേക്ക് ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് റൈറ്റ്, ഓരോ പ്രാവശ്യം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ബാക്കിയുള്ള ബ്ലാങ്ക് സ്പേസിൽ 0 വെച്ച് ഫില്ലാവും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ 1 0 1 0 1. അതായത് ഈ 1 0 1 0 1നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ടേബിളിൻ്റെ ഉള്ളിൽ എഴുതിയേ ഉള്ളൂ, എന്നാലും നമുക്ക് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിപ്പം ബിറ്റ് വൈസ് ഷിഫ്റ്റ് ലെഫ്റ്റാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക ഓപ്പറേറ്റർ. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ ബിറ്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, 1 ഇങ്ങോട്ടേക്ക് വരും, 0 ഇങ്ങോട്ടേക്ക് വരും, ഈ 1 നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ വരും, ഈ 0 നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ വരും, ഈ 1 നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെ 1 വരും. എന്താ 1 0 1 1 0 1 എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റോട്ട് വരും. ഇനിയിപ്പോൾ ഞാൻ ബിറ്റ് വൈസ് റൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 1 ഇങ്ങോട്ടേക്ക് വരും, ഈ 0 ഈ 1ൻ്റെ സ്ഥാനത്തേക്ക് വരും, ഈ 1 0ൻ്റെ സ്ഥാനത്തേക്ക് വരും, ഈ 0 1ൻ്റെ സ്ഥാനത്ത് വരും, ഈ 1 0ൻ്റെ സ്ഥാനത്തേക്ക് വരും. അപ്പോൾ എന്താ വാല്യൂ വരിക, 1 0 1 0 1. അതായത് ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലോട്ട് പോകും. ഇനി റൈറ്റ് ഷിഫ്റ്റ് ഫില്ലിംഗ് വിത്ത് സീറോസ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതേ റിസൾട്ടാണ് വരിക, അതായത് ഇങ്ങനെയാണ് റിസൾട്ട് വരിക, 1 0 1 0 1. അതായത് ഒരു ബിറ്റ് പൊസിഷൻ ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്ത്. ഇത് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എം ടി, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല ഇത് ഷിഫ്റ്റ് ചെയ്ത്, അപ്പോൾ എം ടി ആയ സ്ഥലത്ത് റൈറ്റ് ഷിഫ്റ്റ് വിത്ത് 0 ഫില്ലാണെങ്കിൽ ഇവിടെ 0 വെച്ച് ഫില്ലാവും. ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ബിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ ബ്ലാങ്ക് സ്ഥലം കിട്ടുമല്ലോ. അപ്പോൾ ബ്ലാങ്ക് സ്പേസിൽ എന്ത് ചെയ്യും, 0 വെച്ച് ഫില്ലാവും. നേരെ മറിച്ച് റൈറ്റ് ഷിഫ്റ്റ് മാത്രം ഉപയോഗിച്ചതെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസ് ബ്ലാങ്കായിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്കറിയാം ജാവയിൽ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സീക്വൻഷ്യൽ ഓർഡറിലായിരുന്നു. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഒരു സീക്വൻഷ്യൽ ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സീക്വൻഷ്യൽ ഫ്ലോനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. പൊതുവെ എല്ലാ പ്രോഗ്രാംസും സീക്വൻഷ്യൽ ഓർഡറിലാണ് എക്സിക്യൂട്ട് ആവുക. ഈ സീക്വൻഷ്യൽ ഓർഡറിന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത് വഴി ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഞാൻ നമ്പർ ഇടാം 3 4 5. എനിക്ക് 3 4 5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. എനിക്ക് 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അതായത് 1 കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ 2 ഓർത്തും വിചാരിക്കുക, 1ഉം 2ഉം 6ഉം മാത്രം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടു, 3 4 5ഉം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു നമ്മൾ സാധാരണ പ്രോഗ്രാം ആണെങ്കിൽ എന്താ സംഭവിക്കുക, 1 കഴിഞ്ഞ് എക്സിക്യൂട്ട് 2 ചെയ്യും, 2 കഴിഞ്ഞ് 3 ചെയ്യും, 4 ചെയ്യും, 5 ചെയ്യും, 6 ചെയ്യും. ആ ഒരു ഓർഡറിൽ മാത്രമേ 6ലേക്ക് എത്തുള്ളൂ. നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 3 4 5നെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 6 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും.
അതിനുവേണ്ടി നമുക്ക് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ചില സിറ്റുവേഷനിൽ എനിക്കിപ്പം ഈ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് 10 വട്ടം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. സാധാരണ എക്സിക്യൂഷൻ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റൊരിക്കൽ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പം ഞാനവിടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ഒരു 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ഉപയോഗിക്കാൻ പറ്റും, അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒന്നിലധികം പ്രാവശ്യം ഒരേ സ്റ്റേറ്റ്മെൻറ്റ് എണ്ണയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. നോർമലി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് അടുത്തത് ആ ഒരു ഓർഡറിലായിരിക്കും. എനിക്ക് ഈ സീക്വൻഷ്യൽ ഓർഡറിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ മെയിൻലി 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. രണ്ടാമത്തത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. മൂന്നാമത്തത് ജമ്മിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാനെല്ലാം പറ്റുമെന്നുള്ള കാര്യം. രണ്ടാമത്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് മീൻസ് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് ഒന്നിലധികം പ്രാവശ്യം റൺ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് വേറെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് വൺ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ് വൈൽ, ഫോർ, ഡു വൈൽ. പിന്നെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടിന്യൂ, ബ്രേക്ക്, റിട്ടേൺ. ഇത്രയും കാര്യങ്ങൾ തിരിച്ചു നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ വീണ്ടും 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ ഈഫ്, രണ്ടാമത്തെ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ നെസ്റ്റഡ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, 4 എൽസ് ഈഫ് ലാഡർ. അപ്പോൾ നമുക്ക് ഓരോന്നെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജനറൽ ഫോമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേളി ബ്രേസ് ഓപ്പൺ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, കേളി ബ്രേസ് ക്ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. അതായത് ഈഫ് ഇവിടെ എന്താണോ കണ്ടീഷൻ കൊടുക്കേണ്ടത് ആ കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുക്കും. അപ്പോൾ ഈ ഒരു ഇവിടെ നമ്മൾ കൺട്രോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ 10 ലെസ് ദാൻ എക്സ് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുത്തെന്ന് വിചാരിക്കുക. ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ കേളി ബ്രേസിനുള്ളിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരില്ല. ഇപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ആവും, സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലോ ചാർട്ട് കാണിച്ചു തരാം. ഇതാ ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ അത് ട്രൂ ആണെങ്കിൽ ആ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എഴുതിയ ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എക്സിക്യൂട്ട് ആവും. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിലുള്ള സാധനം എക്സിക്യൂട്ട് ആവും, സ്റ്റേറ്റ്മെൻറ്റ് എക്സും എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇതാ ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും, ഇതും എക്സിക്യൂട്ട് ആവും. ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യൂല, നേരെ എന്ത് ചെയ്യും, ഇത് മാത്രം ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് നമ്മൾ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് സിമ്പിൾ ഈഫിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ക്ലാസ്സിൻ്റെ പേര് ന്യൂ, പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫംഗ്ഷൻ സ്ട്രിങ് ആർജീസ്, കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇൻ്റെ എക്സിൻ്റെ വാല്യൂ 1, ഈഫ് എക്സ് ഈക്വൽ ടു 1, അതായത് എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിലുള്ള കാര്യം ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് ഇൻ്റെ എക്സിൻ്റെ വാല്യൂ 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ, 1 ആണ്. ഓക്കെ, അപ്പോൾ ട്രൂ ആണ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കാര്യം ചെയ്യും.
അപ്പോൾ എന്താ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എക്സ് ഈക്വൽ ടു 1 വരും. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ത് വരും? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രിൻ്റ് ചെയ്യും. കാരണം ഇവിടെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ അങ്ങ് പ്രിൻ്റ് ചെയ്യും. ഓക്കെ. പിന്നെയോ ഇത് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കൺട്രോൾ വരും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ത് പറയുന്നുണ്ട്? ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൂടി പ്രിൻ്റ് ചെയ്യും? ഹായ് എന്ന് കൂടി പ്രിൻ്റ് ചെയ്യും. ഓക്കെ. ഇപ്പം ഞാനിവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പം പ്രോഗ്രാം ഇവിടെ എത്തി. അതായത് പുതിയ പ്രോഗ്രാം ഞാൻ എക്സിൻ്റെ വാല്യൂ 0നും 1നും പകരം 0 ആണെന്ന് കൊടുത്തതെന്ന് വിചാരിക്കുക. സപ്പോസ് 0 ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ കേസിൽ എന്താ ഔട്ട്പുട്ട് വരിക നോക്കാം. എക്സ് ഈക്വൽ ടു 0 ആണ്. ഇഫ് എക്സ് ഈക്വൽ ടു 1, അതായത് എക്സ് ഈക്വൽ ടു 1 ആണോ? എക്സ് ഈക്വൽ ടു 1 അല്ല. എന്താ എത്രയാണ് എക്സിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. എക്സിൻ്റെ വാല്യൂ 1 അല്ല. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ, അതായത് ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ ഞാൻ 1ന് പകരം 0 കൊടുത്തു. അപ്പോൾ നേരത്തെ 1 എന്നല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയ പ്രോഗ്രാമിൽ ഞാൻ എക്സിൻ്റെ വാല്യൂ 0 പറഞ്ഞു കൊടുത്തു. അപ്പം കൺട്രോൾ ഇവിടെ എത്തിയിട്ട് ചെക്ക് ചെയ്യും എക്സ് ഈക്വൽ ടു 1 ആണോ? എക്സ് ഈക്വൽ ടു 1 അല്ല, എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ കൺട്രോൾ എങ്ങോട്ട് പോകില്ല? ഈ ഒരു കേളി ബ്രേസിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. എന്തുകൊണ്ട്? ട്രൂ ആണെങ്കിൽ മാത്രമേ, അതായത് ഈഫ് കണ്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പോവുള്ളൂ. ഈഫ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കേളി ബ്രേസിൻ്റെ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസായി. അപ്പോൾ എന്താ ചെയ്യുക? കൺട്രോൾ നേരെ തൊട്ട് താഴെ വരും. ഈഫ് ബ്ലോക്ക് കഴിഞ്ഞ ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ല ഹായ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ? ഹായിനെ കിട്ടുള്ളൂ. ഓക്കെ. ഒന്നും കൂടി പറഞ്ഞാൽ ഈഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ ഈഫിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഈഫ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ചെയ്യും. പിന്നെ ഈഫ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ചെയ്യില്ല. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈഫ് ട്രൂ ആണെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് മാത്രമേ വരുള്ളൂ, ഹൈ വരില്ല. എന്തുകൊണ്ട്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ലെങ്കിൽ. ഈഫിൻ്റെ കണ്ടീഷൻ ഫോൾസാണ് വരുന്നതെങ്കിൽ എന്തുണ്ടാവില്ല? ഔട്ട്പുട്ടിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഞാൻ കൊടുത്തത് വെട്ടി. അതുകൊണ്ട് ഓക്കെ. അപ്പം ഒന്നും കൂടി പറഞ്ഞാൽ ഈഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ എന്താണുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഈഫിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആ ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ളത് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞത് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് ആ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യവും ഉണ്ടാവും. എൽസ് പാർട്ടിൽ ആ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യവും കൊടുത്തിട്ടുണ്ടാവും. സിമ്പിൾ ഇഫിൻ്റെ കേസിൽ ജസ്റ്റ് ട്രൂ ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇഫ് പോലെ തന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ് ഉണ്ട്. എൽസ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ആ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോൾ ചെയ്യേണ്ട കാര്യം കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഈഫ് എൽസിൻ്റെ ജനറൽ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഈഫ് കഴിഞ്ഞിട്ട് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അതായത് നമുക്ക് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് മീൻസ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് ആ കാര്യമായിരിക്കും ഈ എൽസ് കഴിഞ്ഞിട്ട് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ എൽസ് ബ്ലോക്കിനകത്ത് എന്താ വരിക എന്ന് വെച്ചാൽ എൽസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം അതൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻ്റ് ആവാം. ഓക്കെ. അപ്പം ഈ ഒരു ഈഫ് എൽസ് കഴിഞ്ഞ ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിലും ട്രൂ ആണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കേസിലും കോമൺ ആയിട്ട് എക്സിക്യൂട്ട് ആവും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ലെങ്കിൽ ഇത് ട്രൂ ആകുമ്പോൾ ഇത് മാത്രം ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എൽസ് കഴിഞ്ഞിട്ടുള്ള കാര്യം മാത്രം ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ഉണ്ടെങ്കിൽ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റും ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സും ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സും ചെയ്യും. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും, അതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും, അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം.
ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് ഓർ ഈവൺ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ മീൻസ് ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് കാണിക്കുന്ന പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ്സിൻ്റെ പേര് ഈവൺ, മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർജിസ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ പറയാത്തത്. ഓക്കെ, കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇനി ഇൻ്റെ ഐ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാനിവിടെ ഐൻ്റെ വാല്യൂ 10 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം അത് ഈവൺ നമ്പറാണെന്ന് അറിയാം, പക്ഷേ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം അതായത് എഴുതിയ പ്രോഗ്രാമർക്കല്ലേ അറിയുള്ളൂ ഇത് 10 ആണെന്നുള്ളത്. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് ഈവൺ നമ്പറാണ് ഓഡ് നമ്പറാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ വാല്യൂ 10 എന്ന് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇഫ് ഐ മോഡുൽ ഓഫ് 2, ഐ മോഡുൽ 2 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, 10 മോഡുലോ 2, അതായത് അതിൻ്റെ വാല്യൂ 10 എന്നല്ലേ ഉള്ളത്. 10 മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ഹരിച്ചിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണോ വരിക അതാണ് കിട്ടുക. അതാണ് ഐ മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിക. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞുതരാം. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 ആണ് ആൻസർ കിട്ടുക. ബട്ട് 10 മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് ആൻസർ കിട്ടുക. അതായത് 10 ഹരിക്കണം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് ആൻസർ കിട്ടുക. 10 മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് റിസൾട്ടാണ് ആൻസറായിട്ട് കിട്ടുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡറാണ് തരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, മോഡുലോ ആണ്. അപ്പോൾ 10 മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെങ്കിൽ അതിനർത്ഥം എന്താ, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഈവൺ നമ്പറാണ്. അതായത് നമുക്കറിയാം 2 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഈവൺ നമ്പർ ആയിരിക്കും. ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 മോഡുലോ 2 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കില്ലേ. എന്തുകൊണ്ട്, 10 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. ഈവൺ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പം അതായത് ഐ എന്ന് പറഞ്ഞാൽ 10 മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 0 ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പ്രിൻറ്റ് ചെയ്യുക, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈവൺ എന്ന് പറഞ്ഞിട്ടാണ് വരിക അല്ലേ. ഔട്ട്പുട്ട് എന്തൊരു ഈവൺ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, ഇപ്പം ഞാനിവിടെ 9 കൊടുത്തതെന്ന് വിചാരിക്കും. അപ്പോൾ 9 മോഡുലോ 2 0 ആണ് അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോൾസായി. ഫോൾസ് ആണെങ്കിൽ എന്താ ചെയ്യുക, എൽസ് പാർട്ടിൽ എന്താണോ ഉള്ളത് അതായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ എൽസ് പാർട്ടിൽ എന്താ ഉള്ളത്, ഓഡ്. അപ്പോൾ നമ്മൾ റിസൾട്ട് എന്ത് കിട്ടും, ഓഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഫ് എൽസ് വെച്ചിട്ട് ഉള്ളൊരു എക്സാമ്പിൾ പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വരിക. അതായത് ഈഫിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ നെസ്റ്റ് ചെയ്യുക. അപ്പം നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജനറൽ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈഫ് ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഈഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ, ഈഫ് ടെസ്റ്റ് കണ്ടീഷൻ ഇതും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. ഈ കണ്ടീഷൻ, അതായത് ഇപ്പം ഒന്നും കൂടി പറഞ്ഞുതരാം. ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഈഫിൻ്റെ ഉള്ളിലേക്ക് പോകും. എന്നിട്ടോ ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ 2 ട്രൂ ആണോ നോക്കും. അപ്പോൾ ഈ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. ഈ കണ്ടീഷൻ ട്രൂ ആയി, ടെസ്റ്റ് കണ്ടീഷൻ 2 ട്രൂ ആണെന്നെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. ഇപ്പം ടെസ്റ്റ് കണ്ടീഷൻ 2 എന്ന് പറയുന്നത് ഫോൾസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് എക്സിക്യൂട്ട് ആവും, സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ആവും. ഇപ്പം ടെസ്റ്റ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ടെസ്റ്റ് കണ്ടീഷൻ 1 എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്താ ചെയ്യുക, ഈ ഈഫിൻ്റെ എൽസ് പാർട്ടാണ് ചെയ്യുക. ഈ ഈഫിൻ്റെ എൽസ് പാർട്ട് ഇതാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിക്കോട്ടെ ഫോൾസ് ആയിക്കോട്ടെ എന്തായാലും ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്തായാലും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഈ എൽസിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കാം. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ വരുമോ നോക്കാം. ടെസ്റ്റ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ടെസ്റ്റ് കണ്ടീഷൻ 2 ട്രൂ ആണോ നോക്കും. ഇതും ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. ഇപ്പം ടെസ്റ്റ് 1 ട്രൂ ആണ്, ടെസ്റ്റ് 2 ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ടെസ്റ്റ് 2 കണ്ടീഷൻ്റെ ഫോൾസ് പാർട്ട്, അതായത് എൽസ് പാർട്ടിൽ എന്താണോ ഉള്ളത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇത് ഫോൾസ് ആയിക്കോട്ടെ ട്രൂ ആയിക്കോട്ടെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എക്സിക്യൂട്ട് ചെയ്യും, കൺട്രോൾ നേരം അങ്ങോട്ടേക്കാണ് പോവുക. ഓക്കെ, ഇപ്പോൾ ഈ ടെസ്റ്റ് 1 ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ആവും. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ഫ്ലോ ചാർട്ട് തന്നെയാണ്
ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. 3 ഇൻറ്റീജർ നമ്പേഴ്സിൽ ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലാസ്സിൻ്റെ പേര് ഈഫ് എൽസ് നെസ്റ്റിംഗ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. 3 ഇൻറ്റീജർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 325, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 712, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 478. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്ന ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ലാർജസ്റ്റ് വാല്യൂ ഈസ്. ഓക്കെ, അപ്പം എന്താ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഫസ്റ്റ് എന്ത് പ്രിൻ്റ് ചെയ്യിപ്പിക്കും? ലാർജസ്റ്റ് വാല്യൂസ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം മാത്രമേ കൺട്രോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ, ഈ ഇഫിൻ്റെ ഉള്ളിലത്തെ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വാല്യൂനെ കിട്ടും. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യും? ലാർജസ്റ്റ് വാല്യൂ ഈസ് എന്നിട്ട് ആ ഒരു വാല്യൂ അവിടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് വാല്യൂ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോജിക്ക് വരുന്നത്. ഓക്കെ, അതായത് എൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണോ, ബീൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണോ, സീൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എ ബി സിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും വലുതേതാണെന്ന് അറിയാം. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം വെച്ചിട്ട് വലുതേതാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പം ഇങ്ങനെ 3 വാല്യൂ തരികയാണെങ്കിൽ ലോജിക്ക് എങ്ങനെയാണ് വരിക? എ ആണോ വലുതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ബിയു ആയിട്ട് എ കമ്പയർ ചെയ്ത് നോക്കണം, സിയു ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എ ആണ് വലുതെന്ന്. ഓക്കെ, ഇപ്പം ബി ആണ് ലാർജസ്റ്റ് എങ്കിൽ നമ്മൾ എനെയും നോക്കണം, അതുപോലെ തന്നെ സീനെയും കമ്പയർ ചെയ്യണം. ബി ആണോ ലാർജസ്റ്റ് എന്ന് അറിയണ്ടെങ്കിൽ. അപ്പോൾ സി ആണോ ലാർജസ്റ്റ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ബീനെയും നോക്കണം, എനെയും നോക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ലാർജസ്റ്റ് വാല്യൂസ്. അപ്പം ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ എന്ത് ചെയ്യും? എ ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, ഏത് വാല്യൂ ആണെങ്കിലും സ്റ്റാർട്ടിങ് എന്തുണ്ടാവും? ലാർജസ്റ്റ് വാല്യൂ ഈസ് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ഔട്ട്പുട്ടിൽ വരിക. അതിന് ശേഷം ഇത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് എ ആണോ വലുത്, ബി ആണോ വലുത്, സി ആണോ വലുത്, ആ വാല്യൂ അവിടെ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ലാർജസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് എല്ലാണെങ്കിൽ നെക്സ്റ്റ് ലൈനിലായിരിക്കും വാല്യൂ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എയുടെ വാല്യൂ ബീനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എന്തുകൂടി ചെക്ക് ചെയ്യണം? സിയു ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അതായത് ഇപ്പം എ വലിയ വാല്യൂ ആണെന്ന് വിചാരിക്കുക, ബീനെ കമ്പയർ ചെയ്യുമ്പോൾ എ ആണ് വലുതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ആണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. എനെ എന്ത് ചെയ്യണം? സിയു ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ സിയു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ വലുതാണെങ്കിൽ എ ആയിരിക്കും വലുത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സി ആണ് വലുതെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? ബീനേക്കാൾ വലുതായത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി ആയിട്ട് എനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനേക്കാൾ വലുതാണ് സി എങ്കിൽ എന്നർത്ഥം സി എന്ന് പറയുന്നത് ബി യുനെയും എനേക്കാൾ വലുതാണെന്ന് അർത്ഥം. അപ്പം സി ആയിരിക്കും ലാർജസ്റ്റ്. ഓക്കെ, പിന്നെ ഒന്നും കൂടി പറഞ്ഞുതരാം. എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്തു. എ ആണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എനെ സി ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പം ബീനേക്കാൾ വലുതാണ് എ നമുക്ക് മനസ്സിലായി. അപ്പം ബീനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എ ആണോ എ ആണോ സി ആണോ, ഈ രണ്ടിലേതാ വലുത് നോക്കിയാൽ മതി. എ ആ വലുതെങ്കിൽ എ ആയിരിക്കും ലാർജസ്റ്റ്, സി ആ വലുതെങ്കിൽ സി ആയിരിക്കും ലാർജസ്റ്റ്. എന്തുകൊണ്ട്? നമ്മൾ ബീനെ കമ്പയർ ചെയ്തിട്ട് എനേക്കാൾ ചെറുതാണ് ബീന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം എ ബീനേക്കാൾ വലുതാണോ നോക്കി, ഇനി എന്ത് ചെയ്യണം? എ സീനേക്കാൾ വലുതാണോ നോക്കുക. അപ്പോൾ എ ആണ് വലുതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എ ആണ് വലുതെന്ന് പറയാം. ഇല്ലെങ്കിലോ സീൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറയാം. ഓക്കെ, അപ്പം എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെന്ന് വിചാരിക്കുക. ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഈഫിൻ്റെ എൽസ് പാർട്ടിലേക്ക് പോയി. ഇനി എന്നാൽ ചെക്ക് ചെയ്യേണ്ടത്? ബീൻ്റെ വാല്യൂ സിയു ആയിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ തന്നെ നമുക്ക് ഫോൾസ് ആകുമ്പോൾ എന്ത് മനസ്സിലായി? എ എന്ന് പറയുന്നത് ബീനേക്കാൾ ചെറുതാണെന്ന് മനസ്സിലായി. ഇനി എന്തേ നോക്കണ്ടു? ബി സിയു ആയിട്ട് മാത്രമേ നോക്കണ്ടു. അപ്പോൾ ബി ആണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റും, ലാർജസ്റ്റ് ബി ആണ്, അല്ലെങ്കിൽ സി ആയിരിക്കും വലുത്. അതായത് എ ഗ്രേറ്റർ ദാൻ ബി, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിനർത്ഥം ബി ആണ് വലുത്. അതായത് എ ബീനേക്കാൾ വലുതാണോ എന്നാണ് ചോദിച്ചത്, വലുതല്ല. അങ്ങനെയാണെങ്കിൽ ബി ആണ് വലുത്. അപ്പോൾ ബി എന്ത് ചെയ്യണം? സി ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ സി ആണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റും, സി ആണ് ലാർജസ്റ്റ്. സോ സീൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിലും ബി ആണ് വലുത്, ബീൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പം ഈ കേർലി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ കേർലി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യണം. പിന്നെ ക്ലാസ്സിൻ്റെ കേർലി ബ്രേസും ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഈഫിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് ഇഫ് ലാഡർ. ഇതിൻ്റെ കേസിൽ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. എൽസ് ഇഫിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇത് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. അതായത് ഫസ്റ്റ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. കണ്ടീഷൻ 1 ട്രൂ അല്ലെങ്കിൽ എൽസ് ഇഫിൻ്റെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ചെക്ക് ചെയ്യുക. കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ആവും. ഇത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും?
അതിൻ്റെ ഉള്ളിലത്തെ എൽസ് ഇഫ് കണ്ടീഷൻ 3 ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഈഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആയിക്കോട്ടെ ഫോൾസ് ആയിക്കോട്ടെ എല്ലാത്തിനും കോമൺ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എക്സിക്യൂട്ട് ആവും. അതായത് ഈഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് ചെക്ക് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് ശരിയാണോ നോക്കും. ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് ശരിയാണോ നോക്കും. ഇത് ഫോൾസ് ആണെങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഇത് ഫോൾസ് ആണ്, ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഇത് ഫോൾസ്, ഇത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് എൽസ് ഇഫ് ലാഡർ. അതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. ഓക്കെ, കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. ഇത് ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 2 ട്രൂ ആണെന്ന് നോക്കും. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ആവും. അത് ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 3 നോക്കും. കണ്ടീഷൻ 3 ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 4 നോക്കും. അങ്ങനെ എക്സെട്ര n വരെ നോക്കും. കണ്ടീഷൻ 3 ട്രൂ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഈ കണ്ടീഷൻ n ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് n എക്സിക്യൂട്ട് ആവും. ഇതൊന്നും ട്രൂ അല്ലെങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ട്രൂ ആയിക്കോട്ടെ ഫോൾസ് ആയിക്കോട്ടെ, ഇനി ഒരു കോമൺ സ്റ്റേറ്റ്മെൻറ്റ് താഴെ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പ്രോഗ്രാം എൻഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിസ്റ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻടാക്സ് ഇങ്ങനെയാണ് വരിക. സ്വിച്ച് എക്സ്പ്രഷൻ ഇവിടെ വാല്യൂ ആവാം അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആവാം. ഇപ്പോൾ ഇവിടെയുള്ള ഈ വാല്യൂവിന് മാച്ചാണ് ഇവിടെയുള്ള കേസ്, ഇവിടെയുള്ള വാല്യൂ എങ്കിൽ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലത്തെ കാര്യം എക്സിക്യൂട്ട് ആവും. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് കേസ് എന്താണ് ഇവിടെ വരേണ്ട, കേസ് 1 എന്ന് കൊടുക്കാം, കേസ് 2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കേസ് നമുക്ക് സ്ട്രിങ് വാല്യൂ പ്ലസ്ന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ഈ എക്സ്പ്രഷനിലെ വാല്യൂ ഈ വാല്യൂവിന്, അതായത് കേസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂവിന് മാച്ച് ആവുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കേസിലത്തെ കാര്യം എക്സിക്യൂട്ട് ആവും. ഇതിൻ്റെ സിൻടാക്സാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കേസ് 2-നാണ് മാച്ച് ആവുന്നതെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കാര്യം എക്സിക്യൂട്ട് ആവും. അപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ സ്വിച്ച് എന്ന് എഴുതുക, ഇവിടെ എക്സ്പ്രഷൻ ഉണ്ടാവും, കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, എല്ലാ കേസ് കണ്ടീഷൻ തെച്ചു ഇതിൻ്റെ അകത്താണ് വരിക. പിന്നെ ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് കൊടുക്കണം, ബ്രേക്ക് കഴിഞ്ഞ് സെമിക്കോളൻ വരും. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ ഏത് കേസിനാണോ മാച്ച് ആവുക ആ കേസിൻ്റെ ഉള്ളിലത്തെ കാര്യം ചെയ്യും. ഒരു കേസിന് മാച്ചായിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് എന്താണോ കൊടുത്തിരിക്കുന്നത് ആ കാര്യം എക്സിക്യൂട്ട് ആവും. എന്നിട്ടോ അവിടെ ബ്രേക്ക് ഉണ്ട്, എല്ലാ കേസ് കഴിഞ്ഞിട്ടും ബ്രേക്ക് ഉണ്ട്, ഡിഫോൾട്ട് കഴിഞ്ഞിട്ടും ബ്രേക്ക് കൊടുക്കണം, ഇത് സെമിക്കോളൻ. ഓക്കെ, ഇതാണ് സ്വിച്ചിൻ്റെ ജനറൽ ഫോം. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ക്ലാസ്സും പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനൊന്നും ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ആ ഒരു സ്വിച്ച് വരുന്നത് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിൻ്റെ വാല്യൂ ഇപ്പം ഞാനിവിടെ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ അകത്ത് എന്ത് കൊടുത്തു, എക്സ്പ്രഷനിലെ വാല്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ n ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ 1 നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. എന്നിൻ്റെ വാല്യൂ 1 അല്ലേ, 1ഉം 1ഉം മാച്ച് ആകുന്നുണ്ട്, കേസ് 1 മാച്ച് ആകുന്നുണ്ട്. അപ്പോൾ മാച്ച് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ 1 പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും, 1 എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പം ഞാനിവിടെ എന്നിന് ഇപ്പം 2 ആണെന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ വാല്യൂ 2 ആണ്, കേസ് 1 1 ചെക്ക് ചെയ്യും, അല്ല 2 ആണ്, ഇത് 1 ആണ്, അപ്പം മാച്ച് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇത് ചെയ്യൂല, നേരെ അങ്ങോട്ടേക്ക് വന്നു കേസ് 2 ചെക്ക് ചെയ്യും. അപ്പോൾ കേസ് 2 ചെക്ക് ചെയ്യുമ്പോൾ 2 ആണ്, അതും 2 ആണ്, അപ്പോൾ 2 ആയിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു കാര്യമായിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഇതെന്താ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും, 2 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ n 2 പകരം 4 കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ വാല്യൂ 4 ആണ്, സ്വിച്ചിൻ്റെ ഉള്ളിൽ 4 ആണേ. അപ്പോൾ 4 കേസ് 1 വരെ ചെക്ക് ചെയ്തു, 4 ആണ് 1 ആണ്, ഇവിടെ മാച്ചിങ് നടക്കില്ല. ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 2 ആണ്, ഈ മാച്ചിങ് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ കേസ് ഒന്ന് മാച്ച് ചെയ്യാൻ സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് പോകും, ഡീഫോൾട്ടിലേക്ക് പോകും. ഡീഫോൾട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻവാലിഡ് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ത് വരും, ഇൻവാലിഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് എല്ലാ കേസും ഡീഫോൾട്ട് കണ്ടീഷൻ കഴിഞ്ഞ ശേഷം ക്ലോസ് ചെയ്യും. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്യും, ക്ലാസ്സും ക്ലോസ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ, സ്വിച്ച് കാണിക്കുന്നൊരു പ്രോഗ്രാം. ഓക്കെ.